എൻ്റെ കണക്കിന് ഇപ്പോൾ 5 പശുവിനും കറക്കുന്ന ടൈമാണെങ്കിൽ കറവുള്ള പശുക്കളാണെങ്കിൽ ഒരു ചിലവ് കഴിച്ച് ഒരു 50,000 രൂപയെങ്കിലും മാസം കിട്ടാം. അയ്യയുടെ സ്ഥലമാണ് ശരിക്കും ഐഡിയ ചാഫ് കട്ടറിൽ കട്ട് ചെയ്ത്. നല്ലൊരു മാർക്കറ്റിംഗ് തന്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് കേരളത്തിൽ ഒരു പശു ഫാം വിജയിച്ചു പോവുകയുള്ളൂ. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നെല്ലായി എന്ന സ്ഥലത്ത് ജോയിച്ചേട്ടന്റെ അടുത്താട്ടോ. ഇവിടെ ഇദ്ദേഹത്തിന് 5 പശുക്കളുള്ളെങ്കിലും ഇതിൽ നിന്ന് അദ്ദേഹത്തിന് നല്ല ലാഭം കിട്ടുന്നുണ്ട്. അതിന് കാരണം ഇദ്ദേഹം ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രമാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജോയിച്ചേട്ടൻ ഇവിടെ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രമാട്ടോ. അപ്പൊ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോട്ടോ. ചേട്ടാ നമസ്കാരം. അപ്പൊ ചേട്ടന് ഫസ്റ്റ് ഞാൻ പുറത്ത് നോക്കിയപ്പോ എന്താ പറയാ തൈര് മോര് എന്നിവ വിൽക്കാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ മാർക്കറ്റിംഗ് ഐഡിയ ചേട്ടന് കിട്ടിയത്? മാർക്കറ്റിംഗ് ഐഡിയ പാല് ചിലപ്പോൾ കൂടുതൽ വരുന്നു. നമ്മള് ഒരു 17 ലിറ്റർ പാലാണ്, 17 മുതൽ 20 ലിറ്റർ പാല് കാലത്തും 10 ലിറ്ററോളം പാല് ഉച്ച കഴിഞ്ഞും സെയില് ഉണ്ട്. അപ്പൊ അതില് ചിലപ്പോ കൂടുതൽ പാല് വരും. പശുക്കള് പ്രസവിക്കുന്ന ടൈമാകുമ്പോൾ കൂടുതൽ പാല് വരും. അങ്ങനെ വരുമ്പോ സൊസൈറ്റിയിൽ അളക്കുക പതിവ്. സൊസൈറ്റിയിൽ അളക്കുമ്പോ അതിന്റെ മൂല്യം വളരെ കുറവാണ്. 42 രൂപ 45 രൂപ വരെ കിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പോ നമുക്ക് ഒരു ഐഡിയ തോന്നി, തൈര് ഉണ്ടാക്കിയിട്ട് മോരുണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു. അപ്പൊ ആൾക്കാർ ചോദിച്ചു വരാറുണ്ട്, തൈരുണ്ട് എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. ഞാനൊരു ബോർഡ് സംഘടിപ്പിച്ച ബോർഡ് വെച്ചു. സക്സസ്ഫുൾ ആയിരുന്നു. ബോർഡ് വെച്ചപ്പോ അത് ആൾക്കാർ എണ്ണം കൂടി വന്നു തുടങ്ങി. അടുത്തുള്ള ആൾക്കാരാണോ ഇതിലെ പോകുന്ന ആൾക്കാർ? ഹൈവേ ആയതുകൊണ്ട് പല ആൾക്കാരും ഇതിലെ ഈ റൂട്ടിൽ കൂടെ പോകുന്നുണ്ടല്ലോ. ഹൈവേയുടെ തൊട്ടടുത്തായിട്ടാ ഈ ഒരു പശു വളർത്തലുള്ളത്. ഇതെങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്? എങ്ങനെയായിരുന്നു ഈ പശു സ്റ്റാർട്ടിങ്? ഞാനൊരു ഇലക്ട്രിക് കടയായിരുന്നു. എനിക്ക് ഹാർഡ്വെയർ ഇലക്ട്രിക്. അത് ഈ കൊറോണയൊക്കെ ആയ സമയത്തായപ്പോ ബിസിനസ്സൊക്കെ വളരെ മോശമായി. അപ്പൊ അത് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞപ്പോ ഒരാൾ വന്നു അത് വാങ്ങിച്ചു. അപ്പൊ അന്ന് ആ സമയത്ത് ഒരു പശു ഞാൻ വളർത്തുണ്ടായിരുന്നു. ഇതായിരുന്നു ഈ കുഞ്ഞു പശു. എത്ര പ്രായമുണ്ട്? ഇതിപ്പോ ഒരു 5 പ്രസവം കഴിഞ്ഞു. 5 പ്രസവം കഴിഞ്ഞു. അപ്പൊ എത്ര വർഷമായിട്ടാണ് പശു? ഇതിപ്പോ ഇങ്ങനെ ഇതാക്കിയിട്ടും 5 വർഷമായുള്ളൂ. 5 വർഷമായിട്ടുള്ളൂ. ആദ്യം ഈ ചെറിയൊരു തൊഴുത്ത് അവിടെ ഒരു പശുക്കുട്ടി നിൽക്കണം. അതെ, അവിടെ ആയിരുന്നു. അപ്പൊ അന്ന് ഈ പശുണ്ട്. കടയുള്ളപ്പോഴും ഈ പശുണ്ട്. കട ഉപേക്ഷിച്ചപ്പോ പിന്നെ ഒരു തൊഴുത്ത് വലുതാക്കി പണിതു, എണ്ണം കൂട്ടാൻ തീരുമാനിച്ചു. അപ്പൊ ഈ പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വരുമാനം കിട്ടും ചേട്ടന് ബോധ്യം ഉണ്ടായിരുന്നു? അറിയാം, ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ വേറെ ജോലിക്കാരൊന്നും ഇല്ല, നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യണത്. ഇപ്പൊ എത്ര പശുവാണ് ചേട്ടന്? ഇപ്പൊ 5 പശുണ്ട്. 5 പശുണ്ട്. അപ്പൊ ഏകദേശം എത്ര ലിറ്റർ പാൽ? 2 പശുവിനെ കറവുള്ളൂ, ബാക്കി 3 പശുക്കളും ചേനയാണ്. ഇനി നമുക്ക് ചേട്ടനെ പശുക്കളെ പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ പശു എത്രാമത്തെ പ്രസവമാണ്? 5ാമത്തെ പ്രസവം. 5ാമത്തെ പ്രസവമാണ് അടുത്തത്. ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് പാലുൽപാദനമൊക്കെ? 12 ലിറ്റർ കാലത്ത് 12 ലിറ്ററും ഉച്ചയ്ക്ക് ഒരു 6 ലിറ്റർ പാല് കിട്ടിയായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ. അപ്പം HF. ഓക്കെ. ഇപ്പൊ ഇതിവിടെ എവിടെ നിന്ന് എടുത്തി? നല്ല അത്യാവശ്യം നല്ല ഇതിനെ ഞാൻ ഒരു 2ാമത്തെ പ്രസവത്തിൽ വാങ്ങിച്ചാണ്. 2ാമത്തെ പ്രസവത്തിന് വാങ്ങിച്ചത് വീടിന് തൊട്ടടുത്താണോ അതോ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്? അപ്പൊ ഇവിടാണ് ഇവിടെ ഉള്ള ആദ്യമായിട്ടുള്ളത് പശു ഇതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ പ്രസവിക്കാറായി, അടുത്ത മാസം 2 ഒരുമിച്ച് പ്രസവിക്കും. 2 ഒരുമിച്ച് ഡേറ്റില് കുത്തിവെച്ചാണ്. അതെയാ? അപ്പൊ ഇവക്ക് എത്ര ലിറ്റർ പാലുണ്ട്? 10 താഴെ കിട്ടുള്ളൂ. ജേഴ്സിയാണ്. ജേഴ്സിയാണ്. എന്നാലും പാലിന് കൊഴുപ്പ്, പാല് നല്ല പാലാണ്. നല്ല പാലാണ്. ഓക്കെ. അപ്പൊ ഇവളോ? അത് ചെനയാണ്. ഇപ്പൊ 6 മാസമായി. 6 മാസമായി. ഓക്കെ ഓക്കെ ഓക്കെ. അതിനൊരു 12-13 ലിറ്റർ കാലത്തും ഉച്ച കഴിഞ്ഞ 7 ലിറ്റർ ഒക്കെ പാല് കിട്ടിയിരുന്നു. അതെ അതെ. അവിടെ ഒരു ജേഴ്സി ഉണ്ടല്ലോ. അത് ജേഴ്സിയാണ്. ഇത് നമ്മള് വളാഞ്ചേരിയില് നമ്മള് സ്മിത എന്ന് പറഞ്ഞിട്ടൊരു ലേഡി നടത്തുന്നില്ലേ മാഡം, ഒരു ഫാം നടത്തുന്നുണ്ട്, ഒരു വിൽപ്പന. അവിടെ നിന്ന് വാങ്ങിച്ചാണ്. അതിന് അത് ഈ മറ്റേ തമിഴ്നാട് പശുവാണ്. അത് വാങ്ങിച്ചിട്ട് ഒരു 3 മാസമായി. ഒരു 2 നേരം കൂടി ഒരു 15-16 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അത് ഇവിടെ അടുത്തുനിന്ന് വാങ്ങിച്ചാണ്. അത് ഇപ്പൊ ഒരു 10 ലിറ്റർ 10ഉം 5 ഒക്കെ ആയിട്ട് പാല് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള പാല് ഇവര് രണ്ടുപേരിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ പുറത്തു കൊടുക്കാൻ സൊസൈറ്റിയിലടക്കം ഇല്ല. തൈരിനുള്ള പാല് ചിലപ്പോ കിട്ടും.
ആവശ്യം പോലെ കിട്ടും. ഇപ്പോഴത്തെ വർഷക്കാലമായാലും തൈര് തിരിച്ചലവ് കുറവുണ്ട്. ചേട്ടൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ HF-ഉം ജേഴ്സിയും ഒക്കെ മിക്സ് ആയിട്ടാണ് പശുക്കളെ നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ ചേട്ടന് പശു വളർത്തൽ മാത്രമല്ല ചേട്ടന് വരുമാനം, അത് മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഈ പശു വളർത്തൽ? പശു വളർത്തുന്ന നമ്മൾ തന്നെ അതിന്റെ ജോലികൾ ചെയ്യുന്നത് കാരണം നമുക്ക് അതിന് നല്ല അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. ഒരു മാസം ഒരു 30 രൂപ 40 രൂപയൊക്കെ ചെലവ് കഴിച്ചിട്ട് കിട്ടാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ പശുക്കൾക്ക് അപ്പൊ എന്തൊക്കെ തീറ്റ അപ്പൊ കൊടുക്കണം? ഇവിടെ ഇപ്പൊ സൈലേജ് പശുക്കള് നമുക്ക് കാലത്ത് ഞങ്ങൾ കറവ് കഴിഞ്ഞാൽ വൈക്കോല് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാല് നമ്മള് സെയിൽ ചെയ്യാൻ പോകും, വീടുകളിൽ സെയിൽ ചെയ്യണം. അപ്പൊ അത് സെയിൽ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഫീഡ് കൊടുക്കും. അപ്പൊ ചേട്ടൻ കൊടുക്കുന്ന സൈലേജ് ഇതാണ്. ചേട്ടൻ ഇത് എവിടെ നിന്ന് എടുക്കുന്നത്? ഇത് തൃശ്ശൂർ ഭാഗത്ത് അവരിവിടെ എത്തിച്ചു തരും. മിൽക്കി സൈലേജ് അതന്നെ, ആ മുണ്ടൂർ സൈഡിലാണ്. അവരുടെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതിപ്പോ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് പശുക്കൾക്ക്? ഇത് കൊടുത്താൽ പാല് കൂടുതൽ കിട്ടുന്നുണ്ട്. അതായത് ആദ്യം എന്തോരം ഉണ്ടായിരുന്നു? 1 ലിറ്ററെങ്കിലൊക്കെ കൂടുതൽ കിട്ടും. 1 ലിറ്റർ കൂടുതൽ കിട്ടും. നമുക്ക് നഷ്ടമില്ലാന്ന്. അതെ അതെ. ഓക്കെ. ഇതിപ്പോ എന്താ പറയാ, പുല്ല് വേണ്ട, ഇത് തന്നെ കൊടുക്കണെങ്കിൽ നമ്മൾ 5 കിലോ 6 കിലോ കൊടുക്കും ഒരു നേരം. ഒരു നേരം വൈക്കോലും കൊടുക്കും. പുല്ല് കൊടുക്കുമ്പോ ഇത് അതിന്റെ പകുതി കൊടുക്കും. അപ്പൊ വൈക്കോല് കൊടുക്കുന്നുണ്ടോ? കാലത്ത് വൈക്കോല് കൊടുക്കും. ഒരു നേരം വൈക്കോലും ഒരു നേരം സൈലേജോ അല്ലെങ്കിൽ പുല്ലോ. അപ്പൊ സൈലേജ് അല്ലാതെ ബാക്കി എന്തൊക്കെ തീറ്റ കൊടുക്കണേ? സൈലേജ് കേരള ഫീഡിന്റെ പല്ലറ്റ്, ഇവിടെ ഫൈബർ, അരിത്തൗട്. അപ്പൊ ഈ പെല്ലറ്റ് കൊടുക്കുന്ന പാലുൽപാദനം അനുസരിച്ചാണ് പാലിനനുസരിച്ച് ഒരു 400 ഗ്രാമൊക്കെയാണ് പറയണത്. അത് തീറ്റ കാണുന്നത് അത് കൈ കൊടുക്കും. അപ്പൊ ഈ കാണുന്നതാണ് ചേട്ടന്റെ ഫസ്റ്റ് തൊഴുത്ത്. ഓക്കെ, ആ ജേഴ്സി പശുവിനെ നിർത്തിയ തൊഴുത്തല്ലേ? ഓക്കെ. ഈ കുട്ടി ഏതാ? ഈ കുട്ടി അതിന്റെ കുട്ടിയാണ് അപ്പുറം നിൽക്കുന്നതിന്റെ. ഓക്കെ. ഇതെങ്ങനെയാണ് നമ്മള് പ്ലാനിങ്ങിലൂടെ? നമ്മള് പ്ലാനിങ് ഇല്ലാണ്ട് വെറുതെ പണിതാ. ഓക്കെ. ഒരു പശുക്കുട്ടീനെ വളർത്തണം എന്നുള്ള രീതിയിൽ ഒരു തൊഴുത്ത് വേണമെന്ന് പണിത് മാത്രം. ഓക്കെ. ആദ്യം പശുക്കുട്ടിയെ വളർത്തി ശീലമായിട്ടാണ് പിന്നെ പശുവിലേക്ക് തരുന്നത് അല്ലേ? ഓക്കെ. എന്തായാലും ഇതൊരു ഫസ്റ്റ് തൊഴുത്താണ്. ഇതിപ്പോ എത്ര പശുക്കളെ നിർത്താവുന്ന രീതിയിലാണ്? 5 വരെ നിൽക്കാവുന്ന രീതിയിലാണ്. മേളിതാ കച്ചിയൊക്കെ വെക്കാവുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷെ അത് വെച്ച് എലി വന്ന് വരുന്നു. അപ്പൊ കാരണം അത് ഉപേക്ഷിച്ചു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫാമുണ്ട്, അവിടെ പോയി നോക്കി അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്ത് ഒരു ആശാരിയെ വിളിച്ച് പ്ലാനൊക്കെ ശരിയാക്കി. ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് പണിതേക്കണത്. ഹൈറ്റിൽ പണിത ഇവിടെ വർഷക്കാലത്ത് ചിലപ്പോൾ വെള്ളം കയറാൻ സാധ്യതയില്ല. ഇത് ബാക്കിൽ പുഴയാണ്. അപ്പൊ നല്ല മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളം കയറാം. അപ്പൊ നമ്മൾ കുറച്ച് കയറിയാലും പശുക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് ഉയർത്തിപ്പണത്. പിന്നെ ചാണകക്കുഴി ശ്രദ്ധിച്ചാൽ മതി. ചാണകക്കുഴി നമ്മള് വർഷക്കാലത്ത് ചാണകത്തില് സ്റ്റോർ ചെയ്യും, എന്നിട്ട് ഉണക്കി കൊടുക്കുക ചെയ്യാം. അപ്പൊ 5 പശുക്കളുണ്ടെങ്കിൽ ഒരു വീട് കുടുംബം കഴിഞ്ഞു പോകാൻ പറ്റുമോ? ഇത് സുഖമായിട്ട് പോവാം. ഒരു എന്റെ കണക്കിൽ ഇപ്പൊ 5 പശുവിനും കറക്കുന്ന ടൈമാണെങ്കിൽ, കറവുള്ള പശുക്കളാണെങ്കിൽ ഒരു ചെലവ് കഴിച്ച് ഒരു 50,000 രൂപയെങ്കിലും മാസം കിട്ടാം. പിന്നെ എപ്പോഴും കിട്ടില്ല, അത് കറവ് കുറയും. എന്നാലും നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ടൊരു കുടുംബം ജീവിച്ചു പോകാൻ ബാക്കി പൈസ ഉണ്ട്. ചെലവ് ഇപ്പൊ ഒരു 1000 രൂപ 2000 രൂപയുടെ പാല് നമ്മൾ വിൽക്കണമെങ്കിൽ ഒരു 1000 രൂപ താഴെ ചെലവ് വരും. ഓക്കെ. അതായത് പശുക്കൾക്ക് ഇത്ര രൂപ മാറ്റി വെക്കാൻ എന്തെങ്കിലും ഇഞ്ചക്ഷൻ കാര്യം അങ്ങനെ നോക്കാറില്ല. നമ്മള് അവർക്ക് ആവശ്യമുള്ള തീറ്റൊക്കെ കൊടുക്കും. അത് പാലുള്ള പശുക്കൾക്ക് പാലനുസരിച്ച് ഫീഡ് കൊടുക്കും. മറ്റുള്ള പാലില്ലാത്ത പശുക്കളാണെങ്കിൽ അത് മറ്റേ തവിടും മറ്റേ ആയിട്ട് കുറയ്ക്കും. സ്വന്തമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഈ പശുവാൻ വിജയിച്ചു പോകുന്ന പറഞ്ഞു. 5 പശുക്കളുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു കുടുംബം ജീവിച്ചു പോകും. 10 ലിറ്റർ പാല് കിട്ടുന്ന പശുക്കളാണെന്ന് 30 ലിറ്റർ പാല് കാലത്തും ഒരു 15 ലിറ്റർ ഉച്ച കഴിഞ്ഞും കിട്ടും. അതുകൊണ്ട് സുഖമായിട്ട് 40,000-40,000 രൂപ മാസം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ പുല്ല് വെക്കാൻ സ്ഥലം ഇല്ലാഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ പുല്ല് തടന്നുണ്ട് അല്ലേ ചേട്ടാ? പുല്ല് വെക്കാൻ കുറച്ച് സ്ഥലമുണ്ട്, പുറത്ത് ഒരു പറമ്പിൽ നട്ടിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിന് കുറച്ച് സ്ഥലം. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് എങ്ങനെ ഈ പശു വളർത്തൽ ഇങ്ങനെ വിജയിച്ചു പോകാൻ കാരണം? പുല്ല് വളർത്തി സ്ഥലം അവിടെ വെറുതെ കിടക്കണം. അപ്പൊ പിന്നെ നമ്മളത് പുല്ല് വളർത്തിയാ ഇപ്പൊ ആരും തടസ്സമൊന്നും പറഞ്ഞില്ല. ഇവിടെ സ്ഥലമാണ് ശരിക്കും. ഇത് കണ്ട ചേട്ടൻ ഐഡിയ. ചാഫ് കട്ടറിൽ കട്ട് ചെയ്ത്. ഇവിടെ ഉണ്ടോ ചാഫ് കട്ടർ? അവിടെ ഫ്രണ്ടിൽ ഉണ്ട്. ഇവിടെ ചേട്ടൻ ഫീഡ് കൊടുക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്, നമുക്ക് ചേട്ടനോട് ചോദിക്കാം.
എങ്ങനെയാണ് ചേട്ടൻ ഫീഡ്? ഞാൻ ഒരു KS കാലിത്തീറ്റ കമ്പനിയുടെ ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. ഓക്കെ. അങ്ങനെ ചെന്ന മീറ്റിങ്ങിൽ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് നമ്മൾ ആദ്യം ഫീഡ് കൊടുക്കുന്നതിന് മുന്നേ പുല്ലോ വൈക്കോലോ കൊടുത്തതിന് ശേഷം ഫീഡ് കൊടുക്കാനാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. ചേട്ടന് എങ്ങനെ ഗുണമായിട്ട് തോന്നി? ഞാൻ ആദ്യം മുന്നേ അതല്ല ചെയ്തിരുന്നത്. മുന്നേ ചെയ്തത് ഫീഡ് കൊടുത്തിട്ട് ശേഷം വൈക്കോല് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതെന്ന് എനിക്ക് തോന്നി. ചാണകത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്, ദഹനത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഇവിടെ വരുന്ന ഡോക്ടറോട് ചോദിച്ചപ്പോൾ അപ്പൊ അദ്ദേഹം പറഞ്ഞു ദഹനം കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. ചേട്ടനോട് ഒറ്റയ്ക്കല്ല പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ചേച്ചിയും കൂടെ ഉണ്ട്. അപ്പൊ ചേച്ചി പേര് പറയാമോ? എന്റെ പേര് പോൺസി. പോൺസി. എങ്ങനെയാണ് ചേട്ടന്റെ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നത് പശു വളർത്തല്ലേ? ഞാൻ പശു കറന്നു വരുമ്പോ പാക്കറ്റ് അടിച്ച് പാല് പാക്കറ്റ് അടിക്കല് എന്റെ ഡ്യൂട്ടിയാണ്. അത് ചെയ്യും ഞാൻ. പിന്നെ തൈര്, മോര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. നെയ്യ് കടഞ്ഞെടുക്കണതും അങ്ങനത്തെ പരിപാടികളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിലേക്ക് അങ്ങനെ അധികം ഞാൻ അങ്ങനെ വരാറില്ല, ആള് തന്നെയാണ് ചെയ്യണത് കൂടുതൽ ഭാഗവും. സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്റെ മോളുടെ കുട്ടിയുണ്ട് ഇവിടെ, അപ്പൊ പിന്നെ അതുള്ള കാരണം എനിക്ക് കൂടുതൽ ചെയ്യാനായിട്ട് പറ്റില്ല. ആൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും, തൊഴുത്തിലത്തെ കാര്യങ്ങളൊക്കെ ആൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് വെച്ചാൽ പാല് പാക്കറ്റ് അടിക്കുക, കുപ്പിയിലല്ല അല്ലെ? ആ കുപ്പി കഴിയുന്ന ഒരു സമയം കുപ്പി കഴുകണം. പിന്നെ നമ്മള് പാല് കുപ്പിയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് കുപ്പി അവര് വൃത്തിയായിട്ട് നമുക്ക് തരുന്നില്ല, തിരിച്ചു തരുന്നില്ല. അപ്പൊ നമ്മളത് കഴുകി നമുക്കത് എന്താ പറയാ കുറെ സമയം എടുക്കണം നമുക്കത് കഴുകാനായിട്ട്. അവര് നമ്മൾ അപ്പൊ തന്നെ കഴുകി തരണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവര് അങ്ങനെയൊക്കെ തരാണ്ടാവുമ്പോ നമുക്ക് അങ്ങനെയാണ് നമ്മൾ പാക്കറ്റ് അടിക്കുന്ന മെഷീൻ വാങ്ങിച്ച് പിന്നെ പാക്കറ്റ് അടിക്കില്ല. പാക്കറ്റ് അടിക്കുന്നത് അപ്പൊ പാല് കേടാവില്ല. നമ്മളപ്പോ തന്നെ പാക്കറ്റ് അടിച്ച് 1/2 ലിറ്ററിന്റെ പാക്കറ്റ് അടിച്ച് അങ്ങനെ നമ്മൾ കൊടുക്കണം. 1/2 ലിറ്ററിന്റെ തന്നെ പാക്കറ്റ് കൂടുതൽ നമ്മൾ അടിക്കുന്നത്. 1 ലിറ്ററുകാർക്ക് 2 പാക്കറ്റ് വെച്ച് കൊടുക്കും. അങ്ങനെ കൊടുക്കും. അങ്ങനെ പാക്കറ്റ് അടിച്ചാണ് നമ്മൾ പാല് കൊടുക്കും. നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുക്കണം? 60 രൂപ. എത്രയാണ് പാല്? ലിറ്ററിന് 70 രൂപ. വീടുകളിൽ കൊണ്ടു കൊടുക്കും. നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കണമെങ്കിൽ 5 രൂപ. ഓക്കെ. അപ്പൊ ചേട്ടനും ചേച്ചിയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. ഇനിയും നല്ല രീതിയിൽ പശു വളർത്താൻ മുന്നോട്ട് കൊണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ജോയിച്ചേട്ടന്റെ പശു വളർത്തലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു കാർഷിക വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.